വെറുതെ ഞാൻ എപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നു. അറിയൂ സുഹൃത്തേ, ഇതാണ് എൻ്റെ രോഗം. അറിവിൻ്റെ നിറമുള്ള കിനാവുകൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ വിജ്ഞാന രാത്രിയിൽ. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. മത്സരാർത്ഥികളുടെ വഴികാട്ടി, നോബൽ ഗൈഡ്, ആദരണീയനായ ശ്രീ വി കെ ശ്രീരാം, നമസ്കാരം. IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ, ഹായ്. ഈ ദിവസത്തെ വിജ്ഞാന വഴികളിൽ വെളിച്ചം വിതറാനെത്തുന്ന മത്സരാർത്ഥി തിരുവനന്തപുരം ജില്ലയിലുള്ള ശ്രീ യതീന്ദ്രനാഥനാണ്. എൻ്റെ പേര് കെ യതീന്ദ്രനാഥൻ. ഞാൻ NCC ഡയറക്ടറേറ്റിൽ നിന്നും പബ്ലിസിറ്റി ലൈസൻസ് ഓഫീസറായി റിട്ടയർ ചെയ്തു 1998. എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ബാലസാഹിത്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരികെയുണ്ടായി. ഇക്കാര്യത്തിൽ എൻ്റെ ഗുരു എന്ന് പറയാവുന്ന എൻ്റെ മകനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റാണ്. രസതന്ത്രത്തിൽ ഞാൻ വളരെ 50ഓളം പുസ്തകങ്ങൾ എഴുതിയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം GS പ്രദീപ് അമാനുഷനായ ഒരു അവതാരകനാണ്. അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം പോലും ഞാൻ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇരുന്നത്. ഇന്ന് സന്ദർഭവശാൽ എന്നുള്ള അവസരം കിട്ടിയിരിക്കുന്നു. ജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ എൻ്റെ ഭാര്യ എന്നെ ഈ വേദിയിലേക്ക് തള്ളി ഉന്തി കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ ഒരു പാചകം സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീയാണ് ഇതിനെല്ലാം കാരണം. ജയിച്ചാലും ഞാൻ അത് തന്നെ പറയും, തോറ്റാൽ അല്പം മാറ്റി പറയും, നീയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയും. അദ്ദേഹത്തെ ആദരവോടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, പ്ലീസ്. അശ്വമേധത്തിൻ്റെ രണ്ടാം വരവിലെ ഓഡിഷൻ 8 കേന്ദ്രങ്ങളിൽ നടന്നു. അതിൽ ഓഗസ്റ്റ് മാസം 30-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഓഡിഷനിൽ രാവിലെ മുതൽ താങ്കൾ ഉണ്ടായിരുന്നു. താങ്കളുടെ ഓഡിഷൻ കഴിഞ്ഞിട്ടും താങ്കൾ അവിടെ സമയം ചിലവഴിച്ചു. താങ്കളും താങ്കളുടെ സഹധർമ്മിണിയും ഒപ്പം ഉണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എപ്പോഴും, അന്നും ഇന്നും. പറയൂ സാറിനെ കുറിച്ച്. എൻ്റെ പേര് കെ യതീന്ദ്രനാഥൻ. ഞാൻ NCC ഡയറക്ടറേറ്റിൽ നിന്നും പബ്ലിസിറ്റി ലൈസൻസ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു 1998. അതിനുശേഷം ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്കാണ് തിരിഞ്ഞത്. അതിന് എൻ്റെ ഗുരുവായി തീർന്നത് എൻ്റെ മകനാണ്, വിജയ് കുമാർ വൈ. ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വഴിയെന്ന് എനിക്ക് തോന്നി. അവന് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു തട്ടകം കണ്ടെത്തി. ഞാൻ ഗ്രാജുവേഷനിൽ പഠിച്ചിരുന്ന കെമിസ്ട്രി, ഞാൻ വെറും ഒരു ഗ്രാജുവേറ്റാണ്, പക്ഷേ കെമിസ്ട്രിയെ ഞാൻ ആധാരമാക്കി രസതന്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതാനും പബ്ലിഷ് ചെയ്യാനും ആരംഭിച്ചു. എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഈ രസതന്ത്രത്തിൽ സാഹിത്യമുണ്ടോ. അതൊരു വർക്ക്ഷോപ്പിൽ വെച്ച് ഞാൻ ഒരു തീസിസ് അവതരിപ്പിച്ചു. അത് അവിടെ എല്ലാവർക്കും അതിശയമായി, രസതന്ത്രത്തിൽ സാഹിത്യവും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് യൂറോക്കയുടെ ഒരു ടീം വന്നിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ലേഖനങ്ങൾ അയക്കണമെങ്കിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മനുഷ്യരുടെ ഹൃദയമിടിപ്പിൻ്റെ രസതന്ത്രമാണ് സാഹിത്യം തന്നെ, അല്ലേ? അതെ. ലിറ്ററേച്ചർ ഈസ് ദ കെമിസ്ട്രി ഓഫ് ഹ്യൂമൻ ബീങ്സ് ഹാർട്ട് ബീറ്റ്സ്. ധാരാളം കഥകളും സംഭവങ്ങളും നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഉള്ള ഒരു ശാസ്ത്രശാഖയാണ് രസതന്ത്രം. ലാവോയ്സിയരുടെ ജീവിതം പോലെ വിഭ്രമജനകമായ രസതന്ത്രത്തിൻ്റെ കഥകൾ ഒരുപാട് കേൾക്കണം അങ്ങയിൽ നിന്നും. അതിനു മുൻപ് വിനയപൂർവ്വം ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു യാഗഭൂമിയിലേക്ക്. ഇനി നേരറിവിൻ്റെ രസതന്ത്രം, യാഗം. സർ, യാഗത്തിൽ ആദ്യ വിജ്ഞാനഗോളത്തിൽ നിന്നും ഒരു വിഷയം, ഒരു കുറിപ്പ് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. എന്താണ് സാർ എഴുതിയിരിക്കുന്നത്? വിശേഷണങ്ങൾ. വിശേഷണങ്ങൾ, സോബ്രിക്കറ്റ്സ് അല്ലേ? സോബ്രിക്കറ്റ്സ്, വിശേഷണം. സർ, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ ആ വിഷയം തിരികെ ആ ബൗളിൽ നിക്ഷേപിക്കാം. വാചകം ഇതാണ്: കണ്ണുനീരിൻ്റെ കവാടം എന്ന സോബ്രിക്കറ്റ് ബാബൽ മാൻഡബിനെ കുറിച്ചാണ്.
കണ്ണീരിന്റെ കവാടം, ദ ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത് ബാബൽ മാൻഡബ് ആണ്. ശരിയോ തെറ്റോ, നേരോ നുണയോ? ശരിയാണ് സാർ. ശരിയാണ്. ബാബൽ മാൻഡബ് കണ്ണീരിന്റെ കവാടമാണ്. ശരിയാണ്. താങ്കളുടെ ഉത്തരം 100%. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾ നേടിക്കഴിഞ്ഞു. ഇനി രണ്ടാം ബൗളിൽ ഉപകരണ സംഗീതം. ഉപകരണ സംഗീതം. ഉപകരണ സംഗീതം വിഷയങ്ങളിൽ ഒരു വ്യത്യസ്തതയുണ്ട്. വിശേഷണങ്ങൾ, ഉപകരണ സംഗീതം. താങ്കൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ചോദ്യം തന്നെയാണ്. ആരാണ് ഈയിടെ അന്തരിച്ച പ്രഗത്ഭനായ മാൻഡോലിൻ വാദകൻ? ശ്രീനിവാസ്. ചോയ്സ് പോലും വേണ്ട, മാസ്റ്റർ ശ്രീനിവാസ്. ശരിയായ ഉത്തരം. ആ മഹാനായ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്രശിരസ്കനാകുന്നു. കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് won rupees 2500 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഇനി മൂന്നാം കടമ്പ. ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ. ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ. മനുഷ്യൻ എത്ര സുന്ദരമായ പദം. പക്ഷെ ഞാൻ മനുഷ്യനെ കുറിച്ചോ മനുഷ്യ ശരീരത്തിനെ കുറിച്ചോ ഒന്നുമല്ല ചോദിക്കുന്നത്. മനുഷ്യൻ എന്ന വാക്കുൾപ്പെട്ട ഉജ്ജ്വലമായ ഒരു കൊട്ടേഷനെ കുറിച്ചാണ്. താങ്കൾക്ക് വളരെ എളുപ്പം ഉത്തരം പറയാൻ ഞാൻ ചോയ്സ് തരാതെ തന്നെ, എങ്കിലും 3 ചോയ്സുകളുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് ആരാണ്? കാൾ മാർക്സ്. കാൾ മാർക്സ് ആണ്. ശ്രീ യതീന്ദ്രനാഥൻ സാറിന് ചോയ്സുകളുടെ ആവശ്യമില്ല. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് won rupees 5000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. സാർ, ഇനി അങ്ങയുടെ മുന്നിൽ ഒരു കാഴ്ചയുടെ ചെറിയ കെണിയാണുള്ളത്. അത് 10000 രൂപ വിലയുള്ള യാഗത്തിലെ അവസാനത്തെ ചോദ്യവും ആണ്. നമുക്കൊരു കാഴ്ച കാണാം. ഒരു പഴയ വിവാഹ ഫോട്ടോ, കുറച്ചുകൂടി പുതിയ വേറെ വിവാഹ ഫോട്ടോകളുണ്ടോ? ആഹാ, ഇത് ശ്രീ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും അല്ലേ സാർ? അതെ. നേരത്തെ കാണിച്ച ഫോട്ടോ ഒന്നുകൂടി കാണിക്കൂ. ഇത് ഫിറോസ് ഗാന്ധിയും ശ്രീമതി ഇന്ദിരാഗാന്ധി. സാർ, എന്റെ ചോദ്യം, അങ്ങനെ വൈഫിന്റെ പേരെന്തായിരുന്നു സാർ? ശാന്തകുമാരി. ശാന്തകുമാരി. അമ്മയ്ക്ക് സാരി വാങ്ങി കൊടുക്കാറുണ്ടോ സാർ? സാരിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും ഇഷ്ടം. സാർ, ഈ സാരി ഇല്ലേ, ഇത് പഴയ ഫോട്ടോയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. അതുകൊണ്ട് ഇതിലെ നിറം വ്യക്തമായി താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ശ്രീമതി ഇന്ദിരാഗാന്ധി ഉടുത്തിരിക്കുന്ന, വിവാഹവേളയിൽ ഉടുത്തിരിക്കുന്ന ഈ സാരി ശ്രദ്ധിച്ചല്ലോ. ഇനി ആ ചിത്രം ഒന്നുകൂടി കാണിച്ച പുതിയ ചിത്രം, ആ സാരി തന്നെയാണ് സാർ ശ്രീമതി സോണിയാഗാന്ധിയും ഉടുത്തിരിക്കുന്ന ഈ പിങ്ക് സാരി. രണ്ടുപേരും ഒരു സാരിയാണ് ഉടുത്തത്. വർഷങ്ങളുടെ വ്യത്യാസത്തിൽ അമ്മ ഉടുത്തുവരുന്ന സാരിയും മകൻ്റെ ഭാര്യ കല്യാണ വസ്ത്രമായി ധരിച്ച, വിവാഹ വസ്ത്രമായി ധരിച്ച സാരിയും ഒരേ സാരിയാണ്. ആരാ സാർ സാരി നെയ്തത്? ഈ സാരി നെയ്ത നെയ്ത്തുകാരൻ ആരാണ്? ഗാന്ധിജിയുടെ നൂലാണെന്നുള്ള ചർക്കയിൽ നിന്നുണ്ട്. ആരായിരിക്കും സാർ? മഹാത്മാഗാന്ധി. സാർ, ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കൂ. ഇന്ദിരാഗാന്ധിയും സോണിയയും ധരിച്ചിരിക്കുന്ന വിവാഹ സാരി ഒന്നു തന്നെയാണ്. ഈ സാരി ഒരാൾ നെയ്തതാണ്, ജയിലിൽ കിടന്ന് നെയ്തതാണ്. ജയിലിൽ കിടന്ന് മകൾക്ക് വിവാഹത്തിന് സാരി നെയ്യുക മാത്രമാണോ അദ്ദേഹം ചെയ്തത്? കത്തുകളും എഴുതിയിട്ടുണ്ട്. ആരായിരിക്കും ഈ സാരി? ആരാണ് സർ? ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരമാണ് സർ, ശരിയായ ഉത്തരം. You have won rupees 10,000 from Mir Realtors. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അദ്ദേഹം ജയിലിലിരുന്ന് എഴുതി. മകൾക്ക് സാരി നെയ്തു. അദ്ദേഹത്തിൻ്റെ കത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ കത്ത് എന്ന വാക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രാമേട്ടൻ എവിടെയോ ഉള്ളിലൊരു വേദന തോന്നുന്നില്ലേ? നമ്മുടെ കമ്പിത്തപാൽ അന്തരിച്ചപ്പോൾ ടെലഗ്രാമുകൾ ഇല്ലാതായി ഈ ലോകത്തിൽ, കത്തുകളില്ല. പണ്ടൊക്കെ ലോൺലിനെസ് മാറ്റാൻ വേണ്ടി വിദൂരത്തിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തിൻ്റെയോ
പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെയൊക്കെ കത്തുകൾ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ലോകം വാട്സപ്പിലും ഫേസ്ബുക്കിലും വിരസത മാറ്റുന്നു. യതീന്ദ്രനാഥൻ സാർ മനോഹരമായി മത്സരിച്ചു. ചോയ്സുകൾ പോലും കേൾക്കാതെയാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. യാഗം വിജയകരമായി പൂർത്തിയാക്കിയ അദ്ദേഹം യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുമോ, മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമോ? തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. റിട്ടയർമെന്റിന് ശേഷവും സ്വന്തം കർമ്മമേഖല കണ്ടെത്തി അതിൽ വ്യാപൃതനാകുന്ന ഈ രസതന്ത്രജ്ഞനായ മനുഷ്യ സ്നേഹി കൂടിയായ വ്യക്തിയെ ആദരവോടെ നമുക്ക് കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ നിഗമനം എന്താണെന്ന് അറിയുവാൻ. നിറഞ്ഞ ചിരിയും ഉചിതമായ ഉത്തരങ്ങളുമായി ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ യതീന്ദ്രനാഥൻ സാറിൻ്റെ തീരുമാനം അറിയാൻ വേണ്ടി ലെറ്റ്സ് ഹാവ് ദ കൗണ്ട് ഡൗൺ. Thumbs up is the sign and sir, please walk in. എനിക്കറിയാം ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ അങ്ങേക്ക് ധൃതിയാണ്. അങ്ങയുടെ വായിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു മുൻപ് അതിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുക്കാം. ഇക്കുറിയ വിഷയം എന്നെ കാണിക്കരുത് കേട്ടോ സർ. പുസ്തകങ്ങൾ നമുക്കറിവ് തരുന്നു, നവമാധ്യമങ്ങൾ നമുക്കറിവ് തരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ അറിവ് തരുന്നത് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. യജ്ഞം. സർ, യതീന്ദ്രനാഥൻ സാർ വിചാരിച്ച പേര് ശ്രീ വി കെ ശ്രീരാമൻ താങ്കൾ അംഗീകരിക്കുന്നു? അപ്രൂവ്. അദ്ദേഹത്തിന് ഫാക്ച്വലായ ഡീറ്റെയിൽസ് ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ സംശയമുണ്ടായാൽ 6 തവണ വരെ യെസ് ഓർ നോ പറയാൻ കമ്പ്യൂട്ടർ സഹായിക്കാൻ തയ്യാറാണ് നിമി? റെഡിയാണ് സർ, പ്ലീസ്. മകൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലെ അഡ്വഞ്ചർ വിങ്ങിൻ്റെ തലവനാണ്. സീനിയർ ജനറൽ മാനേജർ പോസ്റ്റിലാണ്. ഇതിനു മുമ്പ് 15 കൊല്ലം ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ മോട്ടറിംഗ് മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത് എഡിറ്ററായിട്ട് 15 കൊല്ലം ജോലി നോക്കി ലോകമൊട്ടാകെ സഞ്ചരിച്ചു. ലണ്ടൻ ടു കേപ്പ് 45 ദിവസം നീണ്ട ഒരു റാലി നടത്തി. അതിൽ ഇന്ത്യയെ ടാറ്റയെ പ്രതിനിധീകരിച്ച് സഫാരി വണ്ടിയിൽ അവൻ കേപ്പിൽ ചെന്നെത്തി. വിജയ് കുമാർ. അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് കുറുകയും ശാസ്ത്രയിലേക്ക് കുറുകയും ആർട്ടിക് ഓഷൻ ആർട്ടിക് ഓഷൻ്റെ മുകളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. ഡെസർട്ട് റാലികൾ നടത്തി. വളരെ വളരെ നിസ്സാരമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആർട്ടിക് ഉറഞ്ഞു കിട്ടുന്ന ആർട്ടിക് മഹാസമുദ്രത്തിന്റെ മഞ്ഞു പ്രതലത്തിലൂടെ സഞ്ചരിച്ച ഒരു സഞ്ചാരിയാണ് അദ്ദേഹത്തിന്റെ മകൻ. അദ്ദേഹം പിന്നെ മോനത് ഹിമാലയൻ റാലിയിൽ 3 തവണ പങ്കെടുത്തു. 2 തവണ പ്രൈസ് കിട്ടി. 3ാമത്തെ തവണ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ അത് ഉപേക്ഷിച്ചു. പിന്നെ ഉണ്ടായിരുന്നു. എല്ലാ ലോകമൊട്ടാകെയുള്ള എല്ലാ ഓട്ടോമൊബൈൽ കാറുകളിലും ഓടിച്ചിട്ടുണ്ട്. സൂപ്പർ കാറുകൾ ഉൾപ്പെടെ ലംബോർഗിനി, BMW അങ്ങനെയുള്ള എല്ലാ കാറുകളും ഓടിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവരുടെ ഫാക്ടറികളിൽ പോയി അതെല്ലാം കണ്ട് പഠിക്കാൻ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ അഭിവാദ്യങ്ങളും ബഹുമാനവും അറിയിക്കുക സർ. നമുക്ക് ആരംഭിക്കാം സർ. അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ്. യെസ്. ജീവിച്ചിരിപ്പുണ്ടോ സർ? ഉണ്ട്. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. 50 വയസ്സ് കഴിഞ്ഞു സർ? കഴിഞ്ഞു. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ സർ പ്രധാന മേഖല? യെസ്. രാഷ്ട്രീയം? രാഷ്ട്രീയം. ദക്ഷിണേന്ത്യൻ? യെസ്. ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയാണോ അദ്ദേഹത്തിൻ്റെ? നാഷണൽ പാർട്ടിയാണ്? യെസ്. ആണ്. പ്രാദേശിക കക്ഷിയല്ല.
തമിഴ്നാട് യെസ്. ആണ്. ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ്, പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയല്ല. യെസ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു സാർ രാഷ്ട്രീയത്തിൽ? എൻ്റെ അറിവിലില്ല. അദ്ദേഹം മന്ത്രിസ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ? ലൈഫ് ലൈൻ. വാസ് ഹി എ മിനിസ്റ്റർ? മിനിസ്റ്റർ ആയിരുന്നു. അതൊരു ലൈഫ് ലൈൻ ആയിരുന്നു. കേന്ദ്രമന്ത്രിയായിട്ടുണ്ടോ സാർ അദ്ദേഹം? സെക്കൻഡ് ലൈഫ്. സെൻട്രൽ മിനിസ്റ്റർ. സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നോ. അല്ല. ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ് എന്നാണ് പറഞ്ഞത്. DMKയും AADMKയും എല്ലാം പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണ്. നിലവിൽ അദ്ദേഹം ഒരു മികച്ച പ്രസംഗകനാണ്. യെസ്. യെസ്. 1996 അദ്ദേഹം കൊളുത്തിവിട്ട ഒരു വലിയ മാലപ്പടക്കം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പൊട്ടിക്കൊണ്ടിരിക്കുകയാണോ സാർ ഇപ്പോൾ? യെസ്. സാർ NCC ഡയറക്ടറേറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഏത് വർഷം എന്ന് പറഞ്ഞത്? ഞാൻ 1998 ഈ മരിച്ചുപോയ ശ്രീ കൃഷ്ണൻ നായരെയൊക്കെ അറിയാമോ? NCC ഡയറക്ടറേറ്റിൽ ഉണ്ടായിരുന്ന കലാപ്രവർത്തകൻ. അറിയാം. തൈക്കാട്. എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്. അങ്ങ് പ്രേക്ഷകനായിരുന്ന് അശ്വമേധം കാണുമ്പോൾ ആ മത്സരത്തിൽ മത്സരാർത്ഥി മനസ്സിലോർക്കുന്ന ആളിൻ്റെ പേര് ഞാൻ കണ്ടുപിടിക്കുന്നതാണോ ഞാൻ പരാജയപ്പെടുന്നതാണോ അങ്ങേക്ക് ഇഷ്ടമായിരുന്നത്? അത് പരാജയപ്പെടുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു. അല്ല. അപ്പോൾ ഞാൻ വിനയപൂർവ്വം അങ്ങയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞോട്ടെ സാർ? തീർച്ചയായിട്ടും പറയുമെന്ന് എനിക്കറിയാം. ശക്തമായ ചിന്തകളും വിവാദങ്ങളെ ഭയമില്ലാത്ത മുഖവും പൊതുപ്രവർത്തകരുടെ അടിസ്ഥാന സ്വഭാവങ്ങളാകണം. ഒപ്പം തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പൊരുതുകയും ചെയ്യുന്ന ധീരമായ നിർഭയമായ മനസ്സും ഉണ്ടാകണം. വർഷങ്ങൾക്ക് മുൻപ് 1996 അന്ന് മുഖ്യമന്ത്രി പദവിയിലിരുന്ന ശ്രീമതി ജയലളിതയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന കാരണം ഉന്നയിച്ച് കേസ് കൊടുത്ത് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ഒടുവിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് ശ്രീമതി ജയലളിത കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്താൻ കാരണമായത് അതൊരു ഇൻസ്റ്റൻസ് മാത്രം. ഇതുപോലെ നൂറുകണക്കിന് ഇൻസ്റ്റൻസുകളിലൂടെ എന്നും വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണോ സാർ മനസ്സിൽ വിചാരിച്ചത്? ആണ്. സുബ്രഹ്മണ്യൻ സ്വാമി ജനതാ പരിവാർ, ജനതാ കുടുംബം എന്ന് പറയാം. പിന്നെ അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർട്ടികൾ ഉണ്ടാക്കുന്ന സ്വഭാവം. സുബ്രഹ്മണ്യൻ സ്വാമി ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്. 1990 മുതൽ 2013 വരെ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. 2013 തന്റെ പാർട്ടി BJPയുമായി ചേർത്തു. ഹെവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1965 സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയിട്ടുണ്ട്. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറും ക്യാബിനറ്റ് മിനിസ്റ്ററുമായിരുന്നു. വളരെ വളരെ കണ്ടംപററി ആണെന്ന് മാത്രമല്ല വളരെ റിലവൻ്റ് ആയ ഒരു സമയത്താണ് സാർ ഈ പേര് സാറ് വിചാരിച്ചത്. ഞങ്ങളുടെ ഈ അശോപഹാരം ഇതൊരു ചെറിയ ക്യാഷ് അവാർഡ് മിർ റിയൽറ്റേഴ്സിൻ്റെത്. ക്യാഷ് അവാർഡല്ല പ്രധാനം. താങ്കളുടെ സാന്നിധ്യം, താങ്കളുടെ ആശംസകൾ എന്നും ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നവരോട് എൻ്റെ മറുപടി, മനസ്സിൽ യൗവനവും
നിലനിർത്താൻ കഴിയുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും വൃത്തരാകുന്നില്ല. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. 72 വയസ്സായിരിക്കും. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് ഇടപഴകി, എൻ്റെ ചുറ്റുവട്ടത്തും എല്ലാവരുമായിട്ട് ഇടപഴകി ജീവിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒന്ന് ഓർക്കുക, 20 കൊല്ലം മുമ്പേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇന്ന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 കൊല്ലം മുമ്പേ സ്ട്രോക്ക് ഉണ്ടായി, അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീചിത്രയിൽ 2 ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, 2ലും ഞാൻ മെമ്പറാണ് OPയിൽ. ഇതൊന്നും എന്നെ തടസ്സപ്പെടുത്തുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. അങ്ങനെ ആക്റ്റീവായിട്ട് ജീവിക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു തിരഞ്ഞെടുത്ത വിഷയം പറഞ്ഞു, രസതന്ത്രം. അതുപോലെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ മാത്രമല്ല ഞാൻ കാണുന്നുണ്ട് ചുറ്റുവട്ടത്ത്. അത്തരക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ശ്രീ യതീന്ദ്രനാഥൻ സാർ ഈ വേദിയിൽ വെച്ച് കേരളത്തിലെ പ്രേക്ഷകരോട് ഒരു വലിയ നുണ പറഞ്ഞു. ഹീസ് നോട്ട് 72 years of age. He is not 72 years old. He is 72 years young. ഈ വിജ്ഞാന വേദിയിൽ ഇനി കടന്നു വരുന്നത് വയനാട് ജില്ലയിൽ നിന്നെത്തിയ മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ അമൃത വിജയനാണ്. ഞാൻ ഡോക്ടർ അമൃത, എറണാകുളം അരൂർ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഹസ്ബൻഡ്. ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അശ്വമേധം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അശ്വമേധത്തിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം എനിക്ക് കൈവരുമെന്നുള്ള കാര്യം. പക്ഷേ കുഞ്ഞുനാളിൽ തൊട്ടേ ഇത് കാണുമ്പോൾ ഞാൻ ഓരോരുത്തരും മത്സരിച്ച് സമ്മാനങ്ങൾ വാങ്ങുന്നതും അതുപോലെ ആ സീറ്റിൽ വന്നിരിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമായി ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു അവസരം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ അമൃത വിജയൻ, പ്ലീസ് വാക്ക് ഇൻ. ഡോക്ടർ അമൃത, വയനാട് എവിടെയാണ് പ്രോപ്പർ? മാനന്തവാടിയിലാണ്. മാനന്തവാടിയിൽ വീട്, പഠിക്കുന്നത് അല്ല ജോലി ചെയ്യുന്നത് എറണാകുളത്ത് അരൂരുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ലക്ഷ്മി ഹോസ്പിറ്റൽ. സോ യു ആർ എ സൈക്കോളജിസ്റ്റ്, എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഒരുപാട് പേർ നിരന്തരമായി അവരുടെ മാനസിക പ്രശ്നങ്ങൾ താങ്കളുമായി ഷെയർ ചെയ്യാറുണ്ടോ? ഞാനൊരു ചെറിയ സംശയം ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ശ്രമിക്കാം. ഈ സൈക്കോളജിസ്റ്റുകൾക്കെല്ലാം ലേശം വട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഒരു പരിധിവരെ വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. ഒരു പരിധിവരെ വേണമെങ്കിൽ ശരിയാണ്. അപ്പോൾ സൈക്കോളജിയും സൈക്കോളജിക്കൽ ത്രില്ലറുകളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകാം. അതിനു മുൻപ് യാഗഭൂമിയിലേക്ക് സ്വാഗതം. അറിവിന്റെ അക്ഷയ ഖനിയിൽ ഇനി യാഗം. ഡോക്ടർ അമൃത, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ വിജ്ഞാനഗോളത്തിൽ നിന്നും ആദ്യ കടമ്പയ്ക്കുള്ള വിഷയം തിരഞ്ഞെടുക്കും. ആർട്ട് ഫോംസ്, കലാരൂപങ്ങൾ ആണ് വിഷയം. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യക്ഷഗാനം കർണാടക സംസ്ഥാനത്തിലെ കലാരൂപമാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. വയനാട് നിന്ന് ഇടയ്ക്കെല്ലാം കർണാടകത്തിലേക്ക് ട്രിപ്പ് പോകാറുണ്ട്. വല്ലപ്പോഴും. Congratulations, your answer is correct. You have ₹1,000 from Mer Realty. രണ്ടാം കടം. സാഹസികർ, അഡ്വഞ്ചറിസ്റ്റ്. ശ്രീ യതീന്ദ്രനാഥൻ സാറിന്റെ മകൻ ബിജോയിയും ഒരു അഡ്വഞ്ചറിസ്റ്റ് തന്നെയാണ്, ഒരു സാഹസികൻ തന്നെയാണ്. എന്റെ ചോദ്യം, പായ്ക്കപ്പലിൽ സഞ്ചാര സാഹസികത നടത്തിയ അഭിമാനമായി മാറിയ മലയാളി ആരാണ്? ഒന്നാമത്തെ ചോയ്സ് അഭിലാഷ് ടോമി, രണ്ടാമത്തെ ചോയ്സ് RK ആന്റണി. അഭിലാഷ് ടോമി. കൺഗ്രാറ്റുലേഷൻസ്, അഭിലാഷ് ടോമി. ശരിയായ ഉത്തരം. മെർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ ഡോക്ടർ അമൃതയ്ക്ക് സ്വന്തം.
അടുത്ത ട്രാവൽ, സഞ്ചാരം. സഞ്ചാരം, ട്രാവൽ. ട്രാവൽ ചെയ്യാറുണ്ടോ? ഒരുപാട് ഇഷ്ടമാണ് ട്രാവലിംഗ്. ഇഷ്ടമാണ് ട്രാവൽ. സമയം കിട്ടുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയ ആദ്യത്തെ സഞ്ചാരി ആരാണ്? ചോയ്സ് 1 ബർത്തലാമിയോ ഡയസ്, ചോയ്സ് 2 കൊളംബസ്, ചോയ്സ് 3 മഗല്ലൻ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ബർത്തലാമിയോ ഡയസ്. ശരിയായ ഉത്തരമാണ്. 5,000 ഫ്രം മെർ റിയൽറ്റി. ഇനി നമ്മളൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്, ഒരു ദൃശ്യത്തിലേക്ക്. കാണാം. പഴയ ജോർജിയൻ ഭരണാധികാരിയായ എഡ്വേർഡ് ഷെവർനാസയുടെ മുഖഛായ ഉണ്ട് എവിടെയൊക്കെയോ, പക്ഷെ അദ്ദേഹമൊന്നും അല്ല. ഇത് ഒരു ശാസ്ത്രജ്ഞനാണ്. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് റോൺഷൻ. കാരണം റോൺഷൻ എക്സ്റേ റേസ് കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് റോൺഷൻ റേസ് എന്ന് പേരിടണം, ഇതിന്റെ പേറ്റന്റ് സ്വന്തമാക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു നിമിത്തം മാത്രം, മാനവരാശിക്ക് വേണ്ടിയാണ് ഈ കണ്ടുപിടുത്തം, അതുകൊണ്ട് എക്സ്റേ മതി, എനിക്ക് പേറ്റന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തിയപ്പോൾ ആ കണ്ടുപിടുത്തത്തിനിട്ടത് സ്വന്തം പേര് തന്നെയാണ്. ഇദ്ദേഹം ഇപ്പോൾ ചിത്രത്തിൽ കണ്ട വ്യക്തി കണ്ടുപിടിച്ച ഉപകരണത്തിന് സ്വന്തം പേരാണിട്ടത്. എന്തായിരിക്കും ഇദ്ദേഹം കണ്ടുപിടിച്ച ഉപകരണം? ഒരു ക്ലൂ തരാം. താങ്കൾക്ക് പരിചയമുണ്ട് ആ പ്രോഡക്റ്റ് എന്ന് മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മൂന്നാറിലും ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ചലിച്ചിട്ടുണ്ട്. JCB ആണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ശരിയായ ഉത്തരമാണ്. ഇദ്ദേഹം ജോസഫ് സിറിൽ ബാംഫോർഡ് ആണ്. ഇദ്ദേഹം JCB കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനിട്ട പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ്. അതിന്റെ ചുരുക്ക പേരാണ് JCB. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. You have won ₹10,000 from Mer Realty. ശ്രീ VK ശ്രീരാമൻ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. റോൺഷൻ എക്സ്റേകൾക്ക് റോൺഷൻ റേസ് നല്ല പേര് കൊടുത്തത് ഞാനൊരു നിമിത്തം മാത്രം, ജനസമൂഹത്തിന് വേണ്ടി അത് എക്സ്റേസ്. എന്നാൽ ജോസഫ് സിറിൽ ബാംഫോർഡ് ആകട്ടെ കണ്ടുപിടിച്ച സാധനത്തിന് സ്വന്തം പേര് തന്നെ കൊടുത്തു, JCB, ജോസഫ് സിറിൽ ബാംഫോർഡ്. ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളിൽ താങ്കൾ ഏതിന് കൂടുതൽ വില കൊടുക്കും? എന്തുകൊണ്ട്? ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് സാമൂഹ്യ വിപത്തിന് കാരണമായ ഒരു കണ്ടുപിടുത്തമാണ് ഈ JCB കണ്ടുപിടിച്ചത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദ്രോഹമാണ് കൂടുതൽ അനുഭവിക്കുന്നത്. മറ്റത് വളരെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിൻ്റെ പുറത്ത്, സമൂഹത്തിന് നന്മ വരുത്തുന്ന നല്ല സംസ്കാരത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഇതൊരു ചീത്ത സംസ്കാരത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ടാണ് അനുഭവത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സ്റേ കണ്ടുപിടിച്ച ആളുടെ ഭാഗത്താണ്. കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇനി അമൃത മനസ്സിലോർക്കുന്ന ആളിനെ ഞാൻ കണ്ടുപിടിക്കേണ്ടി വരുമോ? അമൃത യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ? വഴിയിൽ പിൻവാങ്ങുമോ? കുതിരയെപ്പോലെ കുതിക്കുമോ? അതോ ഇടയ്ക്കിടയ്ക്ക് ചില JCBകൾ ചെയ്യാറുള്ളത് പോലെ പാതി വഴിയിൽ പിൻവാങ്ങുമോ? വയനാട്ടിൽ നിന്നെത്തിയ മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ അമൃത വിജയൻ യാഗം വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണോ അതോ പിൻവാങ്ങുകയാണോ? Let's start the countdown. Thumbs up, Dr. Amrita, walk it. So, Dr. Amrita, ധീരമായ തീരുമാനമാണ്. Congratulations. Thank you. All the best. ആ വിജ്ഞാനഗോളത്തിൽ നിന്നും ഒരു വിഷയം താങ്കൾക്ക് എടുക്കാം. വളരെ ബുദ്ധിമുട്ടാണോ വിഷയം? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ്.
ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേരാണ് ഡോക്ടർ അമൃത മനസ്സിലോർക്കുക. എന്താകും ഡോക്ടർ അമൃതയ്ക്ക് കിട്ടിയ വിഷയം? രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, സയൻസ്, സ്പേസ് എക്സ്പെഡിഷൻ, എക്സ്കവേഷൻ, യജ്ഞം. ഡോക്ടർ അമൃത, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡോക്ടർ അമൃത വിജയൻ യജ്ഞത്തിൽ പ്രവേശിച്ചു. യജ്ഞത്തിൽ മത്സരിക്കാൻ അമൃത മനസ്സിലോർമ്മിച്ച വ്യക്തിയുടെ പേര് ശ്രീ വി കെ ശ്രീരാമൻ. താങ്കൾ അപ്രൂവ് ചെയ്യുന്നുണ്ടോ? അപ്രൂവ് ചെയ്യാം. കമ്പ്യൂട്ടർ മുഖേന ഡോക്ടർ അമൃതയെ സഹായിക്കാൻ, വിശദവിവരങ്ങൾക്ക് സഹായിക്കാൻ നിമ്മി തയ്യാറാണോ? തയ്യാറാണ്. പ്ലീസ്. മനഃശാസ്ത്രം എങ്ങനെ? ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ മനസ്സ് മനസ്സിലാവോ? ബുദ്ധിമുട്ടാണ്. ഈ വളരെ സാധുക്കളായിട്ട് മുഖം വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം കയ്യിലിരിപ്പ് വലിയ പ്രശ്നമായിരിക്കും അല്ലേ? അങ്ങനെയാണ് പൊതുവെ. നിമ്മി, ഒരു കടലാസ് തരാം, ഒരു പേര് പ്ലീസ്. ശരി, അതവിടെ ഇരുന്നോട്ടെ. തുടങ്ങാം. ഡോക്ടർ അമൃത, താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷനാണോ? ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ അദ്ദേഹം മരിച്ചത്? ലൈഫ് ലൈൻ വേണമെങ്കിൽ ആവശ്യപ്പെടാം. 6 ലൈഫ് ലൈൻ ഉണ്ട് താങ്കൾക്ക്. വേണം. വാസ് ഇറ്റ് എ നാച്ചുറൽ ഡെത്ത്? നാച്ചുറൽ. മൂന്നാമത്തെ ചോദ്യത്തിൽ താങ്കൾ ഒരു ലൈഫ് ലൈൻ ആവശ്യപ്പെട്ടു. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ, ഇക്വഡോർ, വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ഐലൻഡ്സ്, കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇതെല്ലാം കോസ്റ്റാറിക്ക, ഇതെല്ലാം ഉൾപ്പെടുന്ന അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അല്ല. കോണ്ടിനെന്റ് ഓഫ് ഓസ്ട്രേലിയ? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം, ഇതിലൊന്നാണോ പ്രധാനം? ആണ്. രാഷ്ട്രീയം? 1950 ശേഷം മരണം? 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി എൻ്റെ മുന്നിൽ 8 ചോദ്യങ്ങൾ മാത്രം. അദ്ദേഹം 1980 ശേഷമാണോ മരിച്ചത്? അല്ല. 50-നും 80-നും ഇടയിലാണ് മരിച്ചത്. സൗത്ത് ആഫ്രിക്ക, ഘാന, ഈജിപ്റ്റ്, ഇതിലൊന്നായിരുന്നു രാജ്യം. ലൈഫ് ലൈൻ. സൗത്ത് ആഫ്രിക്കയോ ഘാനയോ ഈജിപ്റ്റോ ആണോ എന്നല്ല. അല്ല. അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ അദ്ദേഹം ഭരണപരമായ അധികാര പദവി അലങ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. കെനിയ, നൈജീരിയ, സാംബിയ, സിംബാബ്വെ, ഇതിലൊന്നാണോ രാജ്യം? അല്ല. കുപ്രസിദ്ധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? ഇല്ല. Now question number 15. അദ്ദേഹം ഒരു അപ്പോസ്റ്റൽ ഓഫ് പീസ്, സമാധാനത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷണം, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഗാന്ധി മുതലായ വിശേഷണങ്ങൾ നേടിയിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല.
Number 16, Uganda, Cameroon, Ivory Coast. ഇതിലൊന്നായിരുന്നു രാജ്യം അല്ല. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പക്ഷികളുടെ പേര് പറഞ്ഞേ. 2 കളർഫുൾ ആയ ബേർഡ്സിന്റെ പേര്. കൊക്ക്, കൊക്ക്, പിന്നെ കാക്ക. കാക്ക. കളർഫുൾ ആയി തോന്നിയത് ഇതാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ കളേഴ്സ്. കറക്റ്റ്. ആ കടലാസ് നിൽക്കാമോ? എനിക്കൊരു അബദ്ധം പറ്റി. തത്തയും മയിലും എന്നല്ലേ ആളുകൾ സാധാരണ പറയൂ പെൺകുട്ടികളോട് ചോദിച്ചാൽ. ആ കടലാസ് എടുത്തോളൂ, അതൊന്ന് ക്യാമറയിൽ കാണും. കാക്ക, കൊക്ക്. ഒരു മനഃശാസ്ത്രജ്ഞ ആദ്യം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 നിറങ്ങൾ ബ്ലാക്കും വൈറ്റും ആയിരിക്കും. മറ്റൊരു പെൺകുട്ടിയായിരുന്നു ഈ കസേരയിൽ ഇരുന്നത് എങ്കിൽ ഞാൻ എഴുതുമായിരുന്നത് തത്തയെന്നോ മയിലെന്നോ ഒക്കെ ആകുമായിരുന്നു. എന്താണ്? അന്ന് തത്തയും മയിലും എന്ന് പറഞ്ഞ് നിമ്മി ഒരിക്കൽ ഞാൻ എഴുതി വെച്ചിട്ട് ചോദിച്ചപ്പോൾ അല്ലേ. പക്ഷേ ഇക്കുറി ഞാൻ എഴുതിയത് കാക്കയും കൊക്കും എന്നാണ്. കാരണം അമൃതയിൽ വളരെ ഷാർപ്പായ, വളരെ ഷ്രൂഡായ, വളരെ ഇൻ്റലിജൻ്റായ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കാഴ്ചകൾ. കറുപ്പിനെയും വെളുപ്പിനെയും ഇഷ്ടപ്പെടുന്ന അമൃതയോട് എനിക്കിനി 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ. സ്വന്തം രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവൻ എന്നതിലുപരി അന്തർദേശീയ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഒന്നുമായി ബന്ധപ്പെടുകയോ അതിൻ്റെ സാരഥ്യം വഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. നാച്ചുറൽ ഡെത്താണ് എന്നല്ലേ പറഞ്ഞത് അല്ലേ? നോർമൽ ഡെത്താണ്. ലുമുംബയെ പോലൊരു രക്തസാക്ഷിയല്ല, സാധാരണഗതിയിൽ മരിച്ച ഒരാളാണ്. 1950-നും 80-നും ഇടയിൽ സാധാരണഗതിയിൽ മരിച്ച ആഫ്രിക്കയിലെ ആ സ്റ്റേറ്റ്സ്മാനെ, ആ ലീഡറിനെ കണ്ടെത്താൻ എനിക്കിനി ഒരേ ഒരു ചോദ്യവും പിന്നെ ഉത്തരവും മാത്രം അവശേഷിക്കുന്നു. അമൃതയുടെ മനസ്സ് ഞാൻ കുറിച്ചു വെച്ചു, പക്ഷെ മനസ്സിലിരിപ്പ് കുഴയ്ക്കുന്നതാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ രാജ്യം നമീബിയയോ സുഡാനോ ആണോ? അല്ല. ജോമോ കെനിയാത്തോയുടെ കെനിയയല്ല, കോമിയൻ കൂമയുടെ ഖാനയല്ല, മണ്ടേലയുടെ സൗത്ത് ആഫ്രിക്കയല്ല, നാസറിൻ്റെ ഈജിപ്റ്റ് അല്ല. എന്നാൽ ഒരു ആഫ്രിക്കൻ രാജ്യവുമാണ്. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. മനസ്സെഴുതിയെങ്കിലും മനസ്സിൽ ഇരിപ്പെഴുതാൻ പറ്റും. കാരണം മനസ്സെഴുതാൻ തന്ത്രങ്ങളും ഇൻ്റലിജൻസും മാത്രം മതി. മനസ്സിൽ ഇരിപ്പെഴുതാൻ കൃത്യമായ അനാലിറ്റിക്കൽ സ്കില്ലും കൃത്യമായി കണ്ടെത്താനുള്ള നിമിഷവും വേണം. ഈ നിമിഷത്തിൽ അമൃതയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ വ്യക്തിയുടെ പേര് എന്ത് എന്ന് കണ്ടെത്തുന്നതിൽ ഞാൻ പരാജയം. വെൽ ഡൺ. മിർ റിയൽട്ടേഴ്സിന്റെ 25,000 രൂപയുടെ ക്യാഷ് അവാർഡിന് അമൃത അർഹയായി. ഇനി പറയൂ, അമൃത ആരെയാണ്? അഗസ്ത്യാനോ നെറ്റോ, അംഗോള ഫസ്റ്റ് പ്രസിഡന്റ്. യെസ്, ലുവാണ്ടക്കാരനായിരുന്നു അദ്ദേഹം വാർദ്ധക്യം നല്ല പ്രായത്തിലാണ് മരിച്ചത്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അംഗോള. അഗസ്റ്റിനോ നെറ്റോ അംഗോളയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. അഗസ്റ്റിനോ നെറ്റോ പോപ്പുലർ മൂവ്മെന്റ് ഫോർ ദി ലിബറേഷൻ ഓഫ് അംഗോളയിൽ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം പോരാടി. അദ്ദേഹത്തിന്റെ ജന്മദിനം രാഷ്ട്രനായകന്മാരുടെ ദിനമായി അംഗോള ആചരിക്കുന്നു.
1975 സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തിന് ലെനിൻ സമാധാന പുരസ്കാരം നൽകി ആദരിച്ചു. ഡോക്ടർ അമൃത വിജയൻ, താങ്കളുമായുള്ള ഈ ബൗദ്ധിക മത്സരം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളെല്ലാവരും നിർണയിക്കപ്പെടുന്നത് അന്തിമമായി സമയത്തിന്റെ ആനുകൂല്യത്തിലോ സമയത്തിന്റെ അവസ്ഥയിലോ ആണ്. ഇപ്പൊ 18 ചോദ്യങ്ങളുടെ സമയത്തിനു പകരം ചിലപ്പോൾ ഒരു 3-4 ചോദ്യങ്ങളുടെ അധിക സമയം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സ് അങ്കോളയിലേക്ക് ചിലപ്പോഴെത്തിയ, ലുസാക്കയിൽ പോയി, സാംബിയയിലെത്തിയപ്പോൾ ലുവാണ്ടയിൽ പോയില്ല. അപ്പൊ സമയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അധിക നേരമായി നാം ഈ രഥചക്ര ശബ്ദതാളത്തിൽ അമർന്നു കിടക്കയാണ്, എപ്പോഴേ തിക്കിത്തിരക്കി ഇതിനകത്തെത്തി നാം എന്ന് കവി. ചൂടേറിയ ചിന്തകളുമായി ഡോക്ടർ അമൃത വിജയൻ എന്ന മനഃശാസ്ത്ര വിദഗ്ധയുണ്ടാകും എന്നോടൊപ്പം ഈ മത്സരത്തിൽ. ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനും, ആസ്വദിക്കാനും അറിവിന്റെ ലഹരി ഞങ്ങളോടൊപ്പം പങ്കിടാനും കേരളത്തിലെ പ്രിയങ്കരായ പ്രേക്ഷകരെ നിങ്ങളും. ഇന്ന് സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. ഗുഡ് നൈറ്റ് ഫ്രം GS പ്രദീപ്.